നവകേരള സദസ്സ് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. 1-2 18 ദിവസം കഴിഞ്ഞു നവകേരള സദസ്സ് തുടങ്ങിയിട്ട്. പക്ഷേ ആദ്യം ലഭിച്ച പരാതികളിൽ പോലും പരിഹാരമായില്ല. അതായത് മുഖ്യന്റെ തള്ളു പൊളിഞ്ഞു എന്ന സോഷ്യൽ മീഡിയ വിമർശനം തുടങ്ങിയിരിക്കുകയാണ്. നവകേരള സദസ്സ് തുടങ്ങി 18 ദിവസം കഴിഞ്ഞിട്ടും കാസർഗോഡ് നിന്ന് ലഭിച്ച പരാതികളിൽ പോലും കാര്യമായ പരിഹാരമുണ്ടായില്ല. ലഭിച്ച 14,000-ത്തിലധികം വരുന്ന പരാതികളിൽ 200 എണ്ണത്തിന്റെ പരിഹാരം കണ്ടെന്നാണ് വകുപ്പുകളുടെ വിശദീകരണം. പക്ഷെ പരാതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടെന്ന മറുപടി വരെയും പരിഹരിച്ചവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ പരിഹരിക്കേണ്ടതിന് 2 ആഴ്ച, സംസ്ഥാന തലത്തിലുള്ളത് 30 ദിവസം, സർക്കാരിന്റെ ഇടപെടൽ വേണ്ടത് 45 ദിവസത്തിനുള്ളിൽ. ഇതായിരുന്നു പരാതി പരിഹാരം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൽകിയിരുന്ന ഉറപ്പ്. ഇതനുസരിച്ചാണെങ്കിൽ ജില്ലാതലത്തിലുള്ള പരാതികളെല്ലാം പരിഹരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ കിട്ടിയവ വേർതിരിച്ച് ബന്ധപ്പെട്ടവ വകുപ്പുകളിലേക്ക് അയക്കുന്ന ജോലികൾ പോലും തീർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചുവെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ ജില്ലാ ഭരണകൂടവും ഒഴിഞ്ഞു മാറുകയാണ്. ഓരോ വകുപ്പുകളിലും നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച തീർപ്പ് കൽപ്പിച്ച പരാതികളുടെ എണ്ണം: വിദ്യാഭ്യാസം 48, തൊഴിൽ വകുപ്പ് 36, പട്ടികജാതി പട്ടികവർഗം 24, ഫിഷറീസ് 14, കൃഷി 10, ജല അതോറിറ്റി 22, സാമൂഹ്യനീതി വകുപ്പ് 44. ഇങ്ങനെയാണ് പരാതികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായുള്ള മറുപടിയും ആവശ്യപ്പെട്ട കാര്യങ്ങൾ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ സർക്കാരിനോട് നിർദ്ദേശിക്കാമെന്ന മറുപടിയും ഒക്കെ പരിഹാര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വകുപ്പുകൾ പറയുന്ന കണക്ക് വെച്ച് പരിഹരിച്ചവയുടെ എണ്ണം കണക്കാക്കാനാകില്ല. വെബ്സൈറ്റ് ഇടയ്ക്കിടെ പണിമുടക്കുന്നതും പരാതി പരിഹാരത്തിന് കാലതാമസം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം.